ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അങ്ങനെ കേരള ക്രൈം ഫയൽ സീസൺ 2 കണ്ടിരിക്കുകയാണ്. നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരുന്ന, അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ത്രില്ലർ എലമെന്റ്സും കാര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു ഡീസന്റ് മേക്കിംഗ് ഉള്ള ഒരു സീരീസ് തന്നെയാണ് സീസൺ 2. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അഹമ്മദ് കബീറാണ്. റൈറ്റിംഗ് ചെയ്തിരിക്കുന്ന ബാഹുൽ രമേശ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കിഷ്കിന്ദകാണ്ഡം എന്ന് പറഞ്ഞ മൂവിയുടെ റൈറ്ററാണ്. അപ്പോൾ ആ പുള്ളിയുടെ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിനിമ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാം, നല്ല ഗംഭീര റൈറ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ആസിഫ് അലി എല്ലാം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് കിഷ്കിന്ദകാണ്ഡത്തെ കുറിച്ച്. നല്ല കിടിലൻ റൈറ്റിംഗ് ആണ്. നമ്മൾ കാണുന്ന സമയത്തും അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് ഇവിടെ വരുന്ന സമയത്തും ഇതിന്റെ റൈറ്റിംഗിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ത്രൂ ഔട്ട് ഈ സീരീസിന് നല്ലൊരു മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്. നമ്മളത് കാണുന്ന സമയത്ത് നമുക്കത് വ്യക്തമാവും. അപ്പോൾ അതിന്റെ ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ് തന്നെയാണ്. ടോട്ടൽ 6 എപ്പിസോഡ്സ് ആണുള്ളത്. 30 മിനിറ്റിൽ താഴെയാണ് ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഒരു സിനിമ കാണുന്ന തരത്തിൽ നമുക്ക് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെയുള്ള ജോണറിൽ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വളരെ എൻഗേജിംഗ് ആയിട്ടും നല്ല രീതിയിൽ ആളുകളെ പിടിച്ചിരുത്തുന്ന തരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു മൂഡ് എന്ന് പറയുന്നത് കുറച്ച് ലൈറ്ററാണ്. ഇപ്പൊ നമ്മളൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ക്രൈം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ ലാസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഷായ് കബീറിന്റെ ഒക്കെ സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള, കുറച്ച് ഹോണ്ടിങ് ആയിട്ടുള്ള രീതിയിലാണ് മേക്കിംഗ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ള, കുറച്ച് ഈസി മോഡിൽ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, പ്രത്യേകിച്ച് ത്രില്ലർ എലമെന്റ്സും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അത്യാവശ്യം പേസിങ് ഉണ്ട് ഇതിനകത്ത്. അടുത്ത് എന്താണ് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്ന തരത്തിൽ ആ രീതിയിലുള്ള ഒരു റൈറ്റിംഗ് ഓരോ എപ്പിസോഡ്സിലും ഉണ്ട്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന തരത്തിലാണ് മേക്കിംഗ് വന്നിരിക്കുന്നത്. പ്ലോട്ടിലോട്ട് വരുമ്പോൾ ഇന്ദ്രൻസ് കൈകാര്യം ചെയ്തിട്ടുള്ള CPO അമ്പലി രാജു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുടെ മിസ്സിങ്ങും അതിനുശേഷമുള്ള അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളാണ് ഇതിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ മാത്രം നിൽക്കാതെ അത്യാവശ്യം ക്യാരക്ടേഴ്സും പിന്നെ അതേപോലെ തന്നെ ധാരാളം ക്യാരക്ടേഴ്സ് വന്നു പോകുന്നതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം ഒരു ഇമോഷണൽ ഡെപ്ത്, അതുപോലെ തന്നെ വളരെ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പോലീസുകാരുടെ ആ ഒരു ലൈഫ്, അതേപോലെ തന്നെ ആ ഒരു സിസ്റ്റം ഉണ്ട്, ആ ഒരു പോലീസ് സിസ്റ്റം, അതിനകത്ത് നിന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് അവർ സിസ്റ്റത്തിന് പുറത്തു നിന്നും അതേപോലെ തന്നെ സിസ്റ്റത്തിനകത്ത് നിന്നും അവർ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളും പിന്നെ ആ സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കറപ്ഷൻ കാര്യങ്ങൾ, അങ്ങനെ ആ രീതിയിലെല്ലാം സീരീസ് പോകുന്നുണ്ട്. ആ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്ന ആ തലങ്ങളിലോട്ടെല്ലാം എത്തുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മികച്ചതായി തോന്നിയ 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇന്ദ്രൻസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ, പിന്നെ അതേപോലെ തന്നെ ഹരിശ്രേഷ്ഠവൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ. ഇവർ രണ്ടുപേരുടെയും റോളുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന പോലെ തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എഴുത്തിന്റെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ട് അതിനകത്ത്. നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സാണ് രണ്ടുപേരും. അത് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിനകത്തുള്ള മെയിൻ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന എസ് എ നോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ചെയ്തിരിക്കുന്ന അർജുൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ സ്പോട്ടിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു പുള്ളിയാണ് അത് ചെയ്തിരിക്കുന്നത്. പുള്ളി അത് അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ അജു വർഗീസ് വരുന്നുണ്ട്, ലാൽ വരുന്നുണ്ട്, അങ്ങനെ ധാരാളം ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. മികച്ച ഒരു പെർഫോമൻസുകളുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും നോക്കുന്ന സമയത്ത് അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മറ്റ് ടെക്നിക്കൽ വശങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനെക്കുറിച്ച് ഒരു ഓവറോൾ നമുക്ക് ഒരു വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീസന്റ് വർക്കാണ്. ടോട്ടൽ ഒരു ഡീസന്റ് വർക്കാണ്. നമുക്കൊരു കാണുന്ന സമയത്ത് വളരെ സാറ്റിസ്ഫാക്ഷൻ തരുന്ന, നമുക്ക് നമ്മുടെ ടൈം കൊടുക്കാവുന്ന തരത്തിലുള്ള ഒരു വെബ് സീരീസ് ആയിട്ടാണ് ഒരു മൊത്തത്തിൽ ഇതിനെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരുടെ വർക്ക് എന്ന് പറയുന്നത് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റിയലിസ്റ്റിക് അപ്രോച്ചാണ് അവർ ഇതിന്റെ റൈറ്റിംഗിൽ അതുപോലെ തന്നെ മേക്കിങ്ങിലും കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു പോലീസ് സ്റ്റേഷൻ, അവിടുത്തെ പോലീസുകാർ, അതുപോലെ തന്നെ അവിടേക്ക് വരുന്ന ഒരു കേസ്, അപ്പോൾ അവരതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ത്രില്ലർ എലമെന്റ്സും കാര്യങ്ങളുള്ള നമ്മളെ ഹുക്ക് ചെയ്ത് നിർത്തുന്ന ഒരു വെബ് സീരീസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ വളരെ ധൈര്യത്തോടെ കാണാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ് സീസൺ 2 എന്ന് പറയുന്നത്.